താനെന്താണ് ബോംബെ പറഞ്ഞു വരണത്? ഇത് പ്ലാനിങ്ങിന്റെ കുഴപ്പശാനെ. എന്നുവെച്ചാ നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. നമ്മളുടെ മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു പരിപാടിക്ക് ഇറങ്ങിയാലും എന്താണ് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവുന്നു. സോ ഒരു ബിസിനസ് ഫേമിൽ എന്തുകൊണ്ട് പ്ലാനിങ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ, ഏത് രീതിയിലൂടെ പോകണം, എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പ്ലാനിങ് കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാനിങ് അതേ സഹായിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ, പ്ലാനിങ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടണിറ്റി. ബിസിനസ് എപ്പോഴും റിസ്ക് നിറഞ്ഞ ഒരു പരിപാടിയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടണിറ്റീസ് കുറയ്ക്കാൻ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. പ്ലാനിങ് റെഡ്യൂസസ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. നമ്മൾ എന്താണ് വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേസ്റ്റ്ഫുൾ ആണോ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി പ്ലാനിങ് പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. കൃത്യമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് ഐഡിയാസ് കൊണ്ടുവരാൻ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്ലാനിങ് ഫെസിലിറ്റേറ്റ്സ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെയാണ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. നിയന്ത്രിക്കാനും നമ്മുടെ പ്ലാനിങ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫേമിൽ പ്ലാനിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.